നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ചിറ്റൂർ താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ സേവനങ്ങളുടെ പ്രവർത്തനം തുടങ്ങി. ഇതോടെ പ്രദേശത്തെ രോഗികൾക്ക് സർക്കാർ ആശുപത്രിയിൽ തന്നെ ആധുനിക പരിശോധനാ സൗകര്യങ്ങൾ ലഭ്യമാകും. പുതിയ സംവിധാനങ്ങൾ ആരംഭിച്ചത് സാധാരണക്കാർക്ക് മികച്ച ചികിത്സയും പരിശോധനാ സൗകര്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ. PV അൻവറിന്റെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് ജില്ലയിലെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ. താൻ ഉൾപ്പെടെ പല പ്രവർത്തകരും ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് TMC ജില്ലാ പ്രസിഡന്റായിരുന്ന P. സുന്ദരൻ. PV അൻവർ നിലപാടും ദിശാബോധവും ഇല്ലാത്ത നേതാവാണെന്നും വിമർശനം. വേനൽ മഴയും ഇടിമിന്നലും പലയിടത്തും വ്യാപക നാശനഷ്ടം. വടക്കാഞ്ചേരി ആറ്റത്ര മേഖലയിൽ 2 വീടുകൾക്ക് കേടുപാടുകൾ. ഇടിമിന്നലേറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും തകരാർ സംഭവിച്ചു. വാണിയംകുളം പനയൂരിലും കനത്ത നാശനഷ്ടം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ചിറ്റൂർ താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ സേവനങ്ങൾ ആരംഭിച്ചു. ഇതോടെ പ്രദേശത്തെ രോഗികൾക്ക് സർക്കാർ ആശുപത്രിയിൽ തന്നെ ആധുനിക പരിശോധനാ സൗകര്യങ്ങൾ ലഭ്യമാകും. സ്കാൻ സംവിധാനങ്ങളുടെ ഉദ്ഘാടനം നിയുക്ത MLA സുമേഷ് അച്യുതൻ നിർവഹിച്ചു. ചിറ്റൂർ താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിലാണ് CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ സേവനങ്ങൾ ആരംഭിച്ചത്. ഇതോടെ പ്രദേശത്തെ രോഗികൾക്ക് സർക്കാർ ആശുപത്രിയിൽ തന്നെ ആധുനിക പരിശോധനാ സൗകര്യങ്ങൾ ലഭ്യമാകും. 18 മുതൽ CT സ്കാൻ സേവനം 24 മണിക്കൂറും പ്രവർത്തിക്കും. അൾട്രാസൗണ്ട് സ്കാൻ സേവനം ആഴ്ചയിൽ 2 ദിവസം ലഭ്യമാക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. സ്കാൻ സംവിധാനങ്ങളുടെ ഉദ്ഘാടനം നിയുക്ത MLA സുമേഷ് അച്യുതൻ നിർവഹിച്ചു. സാധാരണക്കാർക്ക് മികച്ച ചികിത്സയും പരിശോധനാ സൗകര്യവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സംവിധാനങ്ങൾ ആരംഭിച്ചതെന്ന് സുമേഷ് അച്യുതൻ പറഞ്ഞു. സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട സാഹചര്യം ഇതോടെ കുറയുമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാഹുൽ അധ്യക്ഷത വഹിച്ചു. R. ബാബു, കൗൺസിലർ സാദിഖ് അലി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. PV അൻവറിന്റെ നിലപാടിനെതിരെ രൂക്ഷമായി വിമർശിച്ച പാലക്കാട് ജില്ലയിലെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഇനി ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടിൽ ചേർന്ന് പ്രവർത്തിക്കും. PV അൻവർ ദിശാബോധവും നിലപാടുമില്ലാത്ത നേതാവാണെന്നും TMC ജില്ലാ പ്രസിഡന്റായിരുന്ന P. സുന്ദരൻ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. NCPയിലെ ഗ്രൂപ്പ് പോരിൽ മനംനൊന്താണ് PV അൻവർ രൂപീകരിച്ച TMCയിൽ ചേർന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ സാധാരണ പ്രവർത്തകരെ നിരാശരാക്കുന്ന നയമായിരുന്നു PV അൻവർ സ്വീകരിച്ചത്. നിലപാട് നിരന്തരം മാറ്റുന്ന ആളുമായി സഹകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്ന് P. സുന്ദരൻ പറഞ്ഞു. PV അൻവർ ദിശാബോധവും നിലപാടുമില്ലാത്ത നേതാവാണെന്നും P. സുന്ദരൻ ആരോപിച്ചു. എല്ലാ ജില്ലകളിലും വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങളും പ്രവർത്തകരുടെ ഒഴിഞ്ഞുപോക്കുണ്ടായി. അതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ അവർക്ക് പറ്റാത്തവരെ മുഴുവൻ പുറത്തു ചാടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ഞങ്ങൾ കൂട്ടായി ഞങ്ങളുടെ 4 നിയോജക മണ്ഡലത്തിലെ ഒറ്റപ്പാലം, പട്ടാമ്പി, തൃത്താല, ഷൊർണൂർ പ്രവർത്തകരൊക്കെ പാടി കൂടി ഞങ്ങളതിൽ നിന്ന് പോരാൻ തീരുമാനിച്ചു. 4 കമ്മിറ്റികളും പിരിച്ചുവിട്ടാണ് കൺവെൻഷൻ നടത്തി. ഇങ്ങനെ കുറച്ച് ദിവസം മുമ്പ് നിന്നപ്പോഴാണ് ശ്രീ PV അൻവറിന്റെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് ഞങ്ങളെ വിളിക്കുന്നത്. അധികമായിട്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസം മുമ്പാണ്. അതിൽ സംസ്ഥാന മഹിളാ ഓർഗനൈസറൊക്കെ ആയിരുന്നു ശ്രീമതി. അവരൊക്കെ അവിടെ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് വേറൊന്നുമില്ല. അങ്ങനെ PV അൻവറിന്റെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസിൽ നമ്മൾ സജീവമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പാലക്കാട് നമ്മൾ കൺവെൻഷൻ നടത്തി. അതിൽ ജില്ലാ പ്രസിഡന്റായി എന്നെ തിരഞ്ഞെടുത്തു. മഹിളാ ഓർഗനൈസറായിട്ട് സ്റ്റേറ്റിൻ്റെ തിരഞ്ഞെടുത്തു. ജില്ലാ സെക്രട്ടറിമാരുണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്. ഞങ്ങളെല്ലാവരും അതിൽ സജീവമായി നിൽക്കും. അപ്പോഴൊക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരും എവിടെയും മത്സരിക്കാൻ പാടില്ല. ഒക്കെ എടുത്ത് പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കാൻ പറഞ്ഞു. മുഴുവൻ പ്രവർത്തകന്മാർക്കും പിന്നെ ഒന്നിനും കഴിയാതെ നിൽക്കേണ്ട അവസ്ഥ. ഒരു പാവപ്പെട്ട പ്രവർത്തകനാവേണ്ടത് ഒരു ഗ്രാമപഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ്. അതിൽ ഞങ്ങളെ അനുവദിച്ചില്ല. മനുഷ്യമുഖം നഷ്ടമായ CPMനെതിരെ CPM നേതാക്കൾ തന്നെ രംഗത്ത് വരികയാണ്. ഇടതുപക്ഷം രാജ്യത്ത് ഉണ്ടാവണമെന്നും ശരിയായ ഇടതുപക്ഷം DMF ആണെന്നും വിശ്വാസമുണ്ട്. തരൂർ ഒഴികെയുള്ള മുഴുവൻ മണ്ഡലം കമ്മിറ്റികളും പ്രവർത്തകരും DMFനെ ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കുമെന്നും P. സുന്ദരൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ P. സുന്ദരനൊപ്പം ഷൈബ മുരളീദാസ്, C. ഷംസുദ്ദീൻ, AK സലീം, ഗോപിനാഥൻ, CP രാജ്കുമാർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശക്തമായ ഇടിമിന്നലിനെ തുടർന്ന് വടക്കാഞ്ചേരി ആറ്റത്ര മേഖലയിൽ വ്യാപകമായ നാശനഷ്ടം. 2 വീടുകളിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. വാർഡ് മെമ്പർ
ഫ്രിജോ വടുക്കൂട്ട് സ്ഥലം സന്ദർശിച്ചു. ആറ്റത്ര പണിക്കത്ത് വീട്ടിൽ ബിബിത സുനീഷ്, മുരിങ്ങത്തേരി വീട്ടിൽ മണികണ്ഠൻ എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. രാത്രി 9:45 സംഭവം. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. മെയിൻ സ്വിച്ച്, മീറ്റർ ബോക്സ്, സ്വിച്ച് ബോർഡുകൾ, TV, സെറ്റപ്പ് ബോക്സ് എന്നിവ ഉപയോഗശൂന്യമായി. വീടിന്റെ ഭിത്തികൾക്ക് വിള്ളൽ സംഭവിക്കുകയും തറയിലെ ടൈലുകൾ ഇളകിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. വലിയ ശബ്ദത്തോടെ വീടിനുള്ളിലേക്ക് മിന്നൽ പ്രവേശിച്ച് വീട്ടുകാരെ വലിയ പരിഭ്രാന്തിയിലാക്കി. സംഭവസ്ഥലം വാർഡ് മെമ്പർ ഫ്രിജോ വടുക്കൂട്ട് സന്ദർശിച്ചു. നാശനഷ്ടങ്ങൾ വിലയിരുത്തിയ അദ്ദേഹം വിവരം ബന്ധപ്പെട്ട റവന്യൂ അധികൃതരെ അറിയിക്കുമെന്നും അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും വീട്ടുകാർക്ക് ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശക്തമായ മഴയിലും ഇടിമിന്നലിലും വാണിയംകുളം പനയൂരിലും നാശനഷ്ടം. ഒരു വീട്ടിലെ 2 തെങ്ങുകൾക്ക് തീപിടിച്ചു. കൂടാതെ കുഴൽക്കിണറിലെ മോട്ടോറിനും വീട്ടിനുള്ളിലെ സ്വിച്ച് ബോർഡുകൾക്കും നാശനഷ്ടമുണ്ടായി. തിങ്കളാഴ്ച വൈകിട്ടോടെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് വാണിയംകുളം പനയൂർ തോട്ടപ്പള്ളിയാലിൽ ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ നാശനഷ്ടമുണ്ടായത്. വീടിന്റെ പുറകുവശത്തുള്ള 2 തെങ്ങുകൾക്ക് തീപിടിക്കുകയും തെങ്ങുകളുടെ തലഭാഗം പൊളിയുകയും ചെയ്തിട്ടുണ്ട്. 3/4 മണിക്കൂറോളം നേരം തെങ്ങുകളിൽ നിന്ന് തീ വന്നിരുന്നു. അതേസമയം വീടിന്റെ മുൻഭാഗത്തെ ഇരുമ്പ് തൂണിൽ വളർത്തുനായയെ കെട്ടിയിട്ടിരുന്ന ചങ്ങല ഇടിമിന്നലിൽ കരിഞ്ഞ അവസ്ഥയാണ്. കുഴൽക്കിണറിലെ മോട്ടോറിനും വീടിനുള്ളിൽ വൈദ്യുത ബോർഡിൽ കുത്തിവച്ചിരുന്ന മൊബൈൽ ചാർജറിനും തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഉണ്ടായിരുന്ന ഇടിമിന്നലിലാണ് 2 തെങ്ങിന് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. പിന്നീട് നമ്മുടെ നായനെ കെട്ടിയിരുന്ന ചങ്ങല കരിഞ്ഞു പോയി, മോട്ടർ നഷ്ടപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞ് തെങ്ങ് എന്ന് പറഞ്ഞാൽ ഒരു പുറത്തുനിന്ന് മിന്നലേറ്റ് അപ്പുറത്തെ സൈഡിലേക്ക് പൊളിഞ്ഞു പോയി. 2 തെങ്ങ് നിന്ന് കത്തിപ്പോയി. ഈ സമയത്ത് ഉണ്ണികൃഷ്ണന്റെ പ്രായമായ അമ്മയും മകനുമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. ഇടിവെട്ടിയ സമയം അവർ പുറത്തില്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. KSSBU വള്ളത്തോൾ നഗർ യൂണിറ്റിന്റെ വനിതാ കൺവെൻഷൻ ചെറുതുരുത്തിയിൽ നടന്നു. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വള്ളത്തോൾ നഗർ യൂണിറ്റിന്റെ വനിതാ കൺവെൻഷനാണ് ചെറുതുരുത്തിയിൽ സംഘടിപ്പിച്ചത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ഈ വനിതാ വിഭാഗത്തിന് സമൂഹത്തിന് വേണ്ടി നമ്മളുടെ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി സംഭാവന ചെയ്തു കഴിഞ്ഞവരാണ്. ഇനിയും നിങ്ങളുടെ അറിവും അനുഭവവും നിങ്ങളുടെ കഴിവും എല്ലാം ഇനിയും നമ്മുടെ സമൂഹത്തിന് വേണ്ടി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് P. ബേബി അധ്യക്ഷയായിരുന്നു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം K. രമണി മുഖ്യപ്രഭാഷണം നടത്തി. ബുഷ്റ യൂസഫ്, PS. സൽമ, M. കല്യാണിക്കുട്ടി, SM. ജാഫർ, KN. ലത, KT. രാമേന്ദ്രൻ, P. പരമേശ്വരൻ, TU. പ്രസന്ന, MK. അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. K. സുരേന്ദ്രൻ സ്വാഗതവും NK. ഗിരിജ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹി വനിതാ കൺവീനറായി KT. സരളദേവിയെയും ജോയിന്റ് കൺവീനറായി TV. ജ്യോതിലക്ഷ്മിയെയും അടങ്ങുന്ന 10 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം ദേവീക്ഷേത്ര മൈതാനിയിൽ മെയ് 17-ന് സൂര്യോഹം 2026 എന്ന പേരിൽ ആത്മീയ ഉത്സവം സംഘടിപ്പിക്കുന്നു. 75 വനിതകളുടെ പഞ്ചവാദ്യം, 108 വനിതകളുടെ തിരുവാതിരക്കളി തുടങ്ങിയവ ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കുമെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 7 മണിക്ക് സൂര്യകാലടി ജയൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമത്തോടു കൂടിയാണ് പരിപാടികൾ ആരംഭിക്കുക. മുൻ ഗുരുവായൂർ മേൽശാന്തി തീയന്നൂർ മനക്കൽ പ്രമോദ് നമ്പൂതിരിപ്പാട് സഹകാർമ്മികത്വം വഹിക്കും. 1000-ൽ പരം അമ്മമാരുടെ നാരായണീയ പാരായണം ഉണ്ടായിരിക്കും. 10:30 സൂര്യയോഗി സൂര്യജിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സൂര്യയാഗം ആരംഭിക്കും. ഭാരതത്തിന്റെ വേദ ഇതിഹാസ ചരിത്രത്തിൽ അപൂർവമായി മാത്രം നടത്തപ്പെടുന്ന സവിശേഷ യാഗമാണ് സൂര്യയാഗം. രാഷ്ട്രധർമ്മത്തിനും ലോക സമാധാനത്തിനും സർവ്വ ഐശ്വര്യത്തിനും വേണ്ടിയാണ് സൂര്യയാഗം നടത്തുന്നത്. തുടർന്ന് 75 വനിതകളുടെ പഞ്ചവാദ്യം, 108 വനിതകളുടെ തിരുവാതിരക്കളി എന്നിവ ഉണ്ടായിരിക്കും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാല, നുസ്രത്ത് ജഹാൻ, പാലക്കാട് MP VK ശ്രീകണ്ഠൻ, രവി പണ്ഡിറ്റ് തുടങ്ങിയ മഹാവ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. തുടർന്ന് സൂര്യാജിയുടെ പ്രഭാഷണവും ഉണ്ടായിരിക്കും. ഈ പ്രഭാഷണത്തിൽ സൂര്യയോഗയും അതിൻ്റെ പ്രാധാന്യവും വിശദമായി പ്രതിപാദിക്കും. തുടർന്ന് സൂര്യാജി നയിക്കുന്ന ജ്വാല മ്യൂസിക് ബാൻഡിൻ്റെ ഭക്തിസാന്ദ്രമായ ഗാനമേളയും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സൂര്യ ഗണപതി ഹോമം വെച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. സൂര്യ ഗണപതി ഹോമം എന്ന ചടങ്ങോടുകൂടിയാണ് തുടങ്ങുന്നത്. തന്ത്രി എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ വളരെ പ്രസിദ്ധനായ സൂര്യകാലടി സൂര്യൻ ജയൻ തിരുമേനിയുടെ നേതൃത്വത്തിലും പ്രമോദ് തിരുമേനിയുടെ ലീഡർഷിപ്പിലും ഏകദേശം 30 തിരുമേനിമാരുടെ ലീഡർഷിപ്പിലാണ്
ഈ സൂര്യ ഗണപതി ഹോമം നടക്കുന്നത്. ഏകദേശം അത് 10 മണിയോടുകൂടി അവസാനിക്കും. അതിനുശേഷം 186 രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള സൂര്യയോഗയുടെ ഇന്ത്യയിൽ തന്നെ ജീവിച്ചിരിക്കുന്ന അപൂർവം ആചാര്യന്മാരിൽ ഒരാളായ സൂര്യാജിയുടെ ലീഡർഷിപ്പിൽ നമ്മുടെ ഇതിഹാസങ്ങളിലും ചരിത്രങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായി കണ്ടുവരുന്ന സൂര്യയോഗയുടെ അധിപൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ സൂര്യയാഗം നടക്കുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ ചീഫ് കോർഡിനേറ്റർ പുരുഷോത്തമൻകുട്ടിയിൽ, ഡോക്ടർ രാജേഷ്, സോമസുന്ദരൻ, ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മകളുടെ വിവാഹത്തിനായി ചാറ്റിലൂടെ ലഭിച്ച കോടികൾ തട്ടിയെടുത്ത വ്യക്തി വധഭീഷണി മുഴക്കുന്നതായി യുവതിയുടെ ആരോപണം. പട്ടാമ്പി പെരുമുടിയൂർ സ്വദേശിനി റഹീനയാണ് നെല്ലായ സ്വദേശി ഷാജഹാൻ ബാബുവിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പോലീസിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയെങ്കിലും തനിക്ക് ഇതുവരെ നീതി ലഭിച്ചില്ലെന്നും റഹീന പാലക്കാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തീരെ ദാരിദ്ര്യാവസ്ഥയിൽ വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന റഹീനയുടെ വിവാഹത്തിനായി ഫാറൂഖ് ചെർപ്പളശ്ശേരിയാണ് 2013 സുമനസുകളെ സഹായം തേടി ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടത്. ലൈവ് ഇട്ട് 3 ദിവസത്തിനകം തന്നെ 2,11,54,614 രൂപ അക്കൗണ്ടിലെത്തിയിരുന്നു. 3 ദിവസം കൊണ്ട് അക്കൗണ്ടിൽ ഭീമമായ തുക വന്നതിനെ തുടർന്ന് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരുന്നു. ഇത് ശരിയാക്കി തരാമെന്നറിയിച്ചാണ് ഷാജഹാൻ ബാബു തന്നെ വന്ന് കണ്ടതെന്നും പെരുമുടിയൂർ സ്വദേശിനി റഹീന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അക്കൗണ്ട് ഫ്രീസിംഗ് ഒഴിവാക്കി തന്ന ഷാജഹാൻ ബാബു 20 ലക്ഷം പണമായും 20 ലക്ഷത്തിന്റെ വീടും വാങ്ങിത്തന്നതിന് ശേഷം അവശേഷിക്കുന്ന തുക തട്ടിയെടുക്കുകയായിരുന്നുവെന്നും റഹീന പറഞ്ഞു. തന്നെ ഭീഷണിപ്പെടുത്തി നിരവധി പേപ്പറുകളിൽ ഒപ്പിട്ടു വാങ്ങിയ ഷാജഹാൻ മർദ്ദിക്കാൻ തുനിയുകയും വധഭീഷണി വരെ തുടരുകയും ചെയ്യുകയാണെന്നും റഹീന പറഞ്ഞു. നീതി ലഭിക്കാനായി മുഖ്യമന്ത്രിക്കും പോലീസ് അധികാരികൾക്കും പരാതി നൽകിയെങ്കിലും നീതി ലഭിച്ചില്ലെന്നും റഹീന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വീടടക്കം നിന്റെ മക്കളെ കൊണ്ട് ഞാൻ പേപ്പർ ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഇരിക്കുന്ന വീട് പോലും കിട്ടില്ല. നീ തെരുവിട്ട് നിർത്തും. നിന്നെ ഞാൻ അങ്ങനെ ആക്കുന്നുണ്ട്. എന്നെ പല ഭീഷണിയാണ്. എന്നെ ജീവിക്കില്ല. ഞാൻ സ്കൂട്ടിങ്ങാണ് വണ്ടിക്ക് പോയത്. എന്റെ വണ്ടിയിൽ പോകുമ്പോൾ എന്നെ തട്ടും, എന്നെ കൊല്ലും, എന്റെ മക്കളെ ഉപദ്രവിക്കും, കൊല്ലുന്നു കൊണ്ട് അവൻ ഭയങ്കര ഭീഷണിപ്പെടുത്തിയിരിക്കുക. എനിക്ക് നിങ്ങൾ എന്നെ എല്ലാവരും സഹായം ചെയ്യണം. എനിക്ക് അർഹതപ്പെട്ട പൈസ അവർക്ക് തിന്ന് അവൻ എന്റെ വട്ടിക്ക് പലിശക്ക് എല്ലാവർക്കും പലിശക്ക് കൊടുത്തപ്പോ പലിശ തിന്നുകൊണ്ടിരിക്കുക. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള കണ്യാർകളി ആർട്സ് ആൻഡ് പ്രൊമോഷൻ കൗൺസിലിൻ്റെ 30ാം വാർഷിക കണ്യാർകളി സംഗമം ദേശപ്പെരുമ എന്ന പേരിൽ മെയ് 15, 16 തീയതികളിൽ ആലത്തൂർ കാട്ടുശ്ശേരിയിൽ വെച്ച് സംഘടിപ്പിക്കും. 30 ദേശങ്ങളിൽ നിന്നായി 30-ലധികം പൊറോട്ടുകൾ 2 രാത്രികളിലായി അവതരിപ്പിക്കുമെന്നും സംഘാടകർ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആലത്തൂർ, ചിറ്റൂർ താലൂക്കുകളിൽ അവതരിപ്പിച്ചു വരുന്ന പാരമ്പര്യ കലാരൂപമാണ് കണ്യാർകളി. പ്രത്യേക രാഗതാളങ്ങൾ കലർന്ന പാട്ടിന്റെ താളത്തിനനുസരിച്ച് ചടുലമായ ചുവടുകൾ വയ്ക്കുന്നതാണ് കണ്യാർകളി. മലയൻ, ചക്കിലിയൻ, ചെറുമി, കുറുവൻ, കുറത്തി തുടങ്ങിയ പൊറാട്ടുകളും ഒറ്റപ്പൊറാട്ടുകളും കണ്യാർകളിയുടെ പ്രത്യേകതയാണ്. പെൺവേഷങ്ങൾ കെട്ടി ആണുങ്ങൾ തന്നെ കളി അവതരിപ്പിക്കും. ലിഖിതമായ ചരിത്രം ലഭ്യമല്ലെങ്കിലും മൂപ്പിൽ നായരുടെ കാലം തൊട്ട് കണ്യാർകളിയുടെ ചരിത്രം വാമൊഴിയായി പകർന്ന് കിട്ടിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ട്രഡീഷണൽ ആയിട്ടുള്ള ചടങ്ങുകളോടുകൂടി കളി അരങ്ങേറുകയാണ്. രാത്രി മുഴുവൻ ഈ കളികൾ നടന്നുകൊണ്ടേയിരിക്കും, നേരം പുലരുന്നവരെ. അതുപോലെ നെക്സ്റ്റ് ഡേ 16-ാം തീയതി അപ്പോൾ കാലത്ത് പതാക ഉയർത്തലോടുകൂടി ഞങ്ങളുടെ ക്ഷേത്രത്തിൽ നിന്ന് KKPC ഞങ്ങൾക്ക് കൈമാറിയ പരശ്ശേരയിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ കന്യാർകളി മേള. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ CA നായർ, ജനറൽ കൺവീനർ ശശികുമാർ, ട്രഷറർ സേതുമാധവൻ, ഗുരുവായൂരപ്പൻ, ശ്രീറാം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രണ്ടാമത് പാലക്കാട് എലപ്പുള്ളി ഫെസ്റ്റ് മെയ് 14 മുതൽ 20-ാം തീയതി വരെ നടക്കും. പ്രശസ്ത ഡ്രമ്മിസ്റ്റ് ശിവമണി, സംഗീത സംവിധായകൻ പ്രകാശ് ഉള്ളേരി, ചണ്ടവിദ്വാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്നിവർ ഫെസ്റ്റിൻ്റെ ഭാഗമാകുമെന്ന് സംഘാടകർ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത ഡ്രമ്മിസ്റ്റ് ശിവമണി, സംഗീത സംവിധായകൻ പ്രകാശ് ഉള്ളേരി, ചെണ്ടവിദ്വാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി തുടങ്ങിയവർ ഫെസ്റ്റിൻ്റെ ഭാഗമാകുമെന്നും ചെയർമാൻ S. സുഭാഷ് ചന്ദ്രബോസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നാടൻപാട്ട്, സംഗീതനിശ, ഫ്യൂഷൻ,
ക്ഷേത്രകല, നൃത്തസന്ധ്യ, കോമഡി, സ്കിറ്റ് തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് എലപ്പള്ളി ഫെസ്റ്റ് സംഘടിപ്പിക്കുക. കേരളത്തിലെ പ്രശസ്ത നൃത്ത ഗ്രൂപ്പുകളും നാടക ട്രൂപ്പുകളും ഫെസ്റ്റിന്റെ ഭാഗമാകും. പാസ് മൂലവും പരസ്യത്തിലൂടെയുമുള്ള വരുമാനവുമാണ് ഫെസ്റ്റ് നടത്തിപ്പിനായി പ്രതീക്ഷിക്കുന്നതെന്നും സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു. ഇത്തവണ കായിക മത്സരങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നില്ല. കഴിഞ്ഞ തവണ എല്ലാ ദിവസങ്ങളിലും കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇത്തവണ അത് ഒഴിവാക്കി 7 ദിവസക്കാലം കലാപരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ പ്രോഗ്രാം ചാർട്ട് നിങ്ങളുടെ കയ്യിൽ ഇതിനകം എത്തിയിട്ടുണ്ടെങ്കിലും മെയ് 14 ഗൗരി ലക്ഷ്മി അവതരിപ്പിക്കുന്ന മെഗാ നൈറ്റ്, മ്യൂസിക് നൈറ്റ്, 15 പ്രസക്ത സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ ടീം അവതരിപ്പിക്കുന്ന നാടകം. വാർത്താസമ്മേളനത്തിൽ സുഭാഷ് ചന്ദ്രനൊപ്പം എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സി ബിജു, സഹകരണ ബാങ്ക് പ്രസിഡന്റ് PS രാജീവ്, കൺവീനർ മിഥുൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിറ്റൂർ താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ സേവനങ്ങളുടെ പ്രവർത്തനം തുടങ്ങി. ഇതോടെ പ്രദേശത്തെ രോഗികൾക്ക് സർക്കാർ ആശുപത്രിയിൽ തന്നെ ആധുനിക പരിശോധനാ സൗകര്യങ്ങൾ ലഭ്യമാകും. പുതിയ സംവിധാനങ്ങൾ ആരംഭിച്ചത് സാധാരണക്കാർക്ക് മികച്ച ചികിത്സയും പരിശോധനാ സൗകര്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ. PV അൻവറിന്റെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് ജില്ലയിലെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ. താൻ ഉൾപ്പെടെ പല പ്രവർത്തകരും ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് TMC ജില്ലാ പ്രസിഡന്റായിരുന്ന P. സുന്ദരൻ. PV അൻവർ നിലപാടും ദിശാബോധവും ഇല്ലാത്ത നേതാവാണെന്നും വിമർശനം. വേനൽ മഴയും ഇടിമിന്നലും പലയിടത്തും വ്യാപക നാശനഷ്ടം. വടക്കാഞ്ചേരി ആറ്റത്ര മേഖലയിൽ 2 വീടുകൾക്ക് കേടുപാടുകൾ. ഇടിമിന്നലേറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും തകരാർ സംഭവിച്ചു. വാണിയംകുളം പനയൂരിലും കനത്ത നാശനഷ്ടം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.